ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഓയിൽലെസ് ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പൊ അതുപോലെയുള്ള അതായത് സീറോ ഓയിൽ ഫിഷ് ഫ്രൈ റെസിപ്പീസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓയിൽലെസ് റെസിപ്പീസ് മറ്റു പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തതയുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലത്തെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. വലിയ 3 തിലാപ്പിയ ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ല ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കിയിട്ട് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, അപ്പൊ അത് സവാളയൊന്നും എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ ഒരു 10-12 എണ്ണം എടുക്കാം. 10-12 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ 4-5 കാന്താരി മുളക് എടുത്തോട്ടാ. പിന്നെ ഒരു ചെറുനാരങ്ങ, അത് നമുക്ക് പിഴിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് നാളികേരപ്പാല്. അപ്പൊ ഞാൻ ഒരു കപ്പ്, ഈ ഒരു കപ്പിൽ തന്നെ നാളികേരം അളന്നെടുത്തിട്ട് അമർത്തി അളന്നെടുത്തിട്ട് അത് ഒരു കപ്പ് പാലായിട്ട് തന്നെ തിക്കായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഇത്. ഉപ്പ് വേണം, കുറച്ച് ഉലുവപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ. ഇപ്പൊ നമ്മുടെ മിക്സിയിൽ അരയുന്ന കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞു വെക്കാട്ടോ. ഇപ്പൊ ഒരു ചെറുനാരങ്ങ നീരാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ, അരയുന്നില്ല വെച്ചാ. കണ്ടോ, അടിപൊളിയായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഗ്രിൽ പാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മസാലയോട് കൂടി തന്നെ ഫിഷ് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം. നാളികേരപ്പാല് എടുത്തു വെച്ച് നമ്മൾ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ചു നേരം കഴിഞ്ഞ് മാത്രം നമുക്ക് തിരിച്ചിടാം കേട്ടോ. അപ്പൊ ഈ നാളികേരപ്പാലിൽ നിന്നുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ വന്നിട്ടാണ് ഫിഷ് ഫ്രൈ ആവണത്. അപ്പൊ നമ്മൾ ഈ മാരിനേഷൻ ഒക്കെ കൂടുതലായിട്ട് ചെയ്ത കാരണം വേറൊരു രീതിയിലാണ് കിട്ടുക. നമ്മൾ വെറുതെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണെങ്കിൽ ശരിക്കും ഫിഷ് ഫ്രൈ ചെയ്ത ആ രീതിയിലാണ് കിട്ടുക. അപ്പൊ ഇത് വേറൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 3-4 മിനിറ്റ് വെക്കുമ്പോ തന്നെ എണ്ണ റിലീസ് ചെയ്ത് വരണം കണ്ട അതിൽ നിന്ന്. അപ്പൊ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ബാക്കി സൈഡിലുള്ള മസാലയ്ക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് ഇതാക്കി കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒരു 2 മിനിറ്റ് കൂടി മതി. അത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇനി ഇത്തിരി കൂടി ഈ ഒരു സൈഡിൽ മറിച്ചിട്ട സൈഡ് മൊരിയണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു സ്റ്റേജ് വെച്ച് നിർത്താണ്. വടിയിൽ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ 1 മിനിറ്റ് മതി മറിച്ചിട്ട് കഴിഞ്ഞാൽ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത് ഒരു ടേസ്റ്റ് ആണ് നമുക്ക് ചോറിനൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം.